IMG ടാഗിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാനുള്ള ടാഗിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മളൊരു വെബ് പേജ് തയ്യാറാക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡോക്ക് ടൈപ്പ് HTML, അതുപോലെ HTML ഹെഡ്, പിന്നെ ടൈറ്റിൽ ഞാൻ ജസ്റ്റ് യൂസിങ് ഇമേജസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി ജസ്റ്റ് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. H2 ഇമേജസ് എന്ന് പറഞ്ഞാൽ H2 ഇമേജസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു H2 ടാഗ് ക്ലോസ് ചെയ്യാം. അതായത് ആ ഒരു ഇമേജ് എന്നുള്ള ഒരു ഹെഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അത് ഉപയോഗിക്കുന്നത്. പിന്നീട് IMG ടാഗ് ഓപ്പൺ ചെയ്യുക. IMG SRC ഈക്വൽ ടു, അതായത് ഇമേജ് ആഡ് ചെയ്യാനുള്ള ആട്രിബ്യൂട്ടാണ് ഈ ഒരു SRC എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണോ ഒരു ഇമേജ് ആഡ് ചെയ്യേണ്ട ഫയൽ, ആ ഒരു ഇമേജിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിന് റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. അതിൽ പോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുത്തു. ഇനി ഇത് അവിടെ പേസ്റ്റ് ചെയ്യണം. അതായത് ആ ഒരു കൊട്ടേഷൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യണം. നമ്മൾ എവിടെയാണോ നമ്മുടെ HTML ആ ഒരു പേജ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ വേണം ആ ഒരു ഇമേജ്. അതായത് ആ ഒരു ഇമേജിൻ്റെ ഫയൽ ലൊക്കേഷനും അതുപോലെ നമ്മുടെ ഈ ഒരു ഫയൽ ലൊക്കേഷനും സെയിം ആവണം എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാൽ മാത്രമേ ആ ഒരു ഇമേജ് വെബ് ബ്രൗസറിൽ ലോഡ് ആവൂ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫയൽ എക്സ്റ്റൻഷനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. .jpg എന്നുള്ളത് ആഡ് ചെയ്യുന്നു. ഇനി ആ ഒരു കൊട്ടേഷൻ ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് ആൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ടാണ് നോക്കാനുള്ളത്. അതായത് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ആ ഒരു ഇമേജ് ലോഡ് ആവാതെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിന് പകരം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മെസ്സേജാണ് ആൾട്ട് എന്നുള്ള രൂപത്തിൽ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇമേജ് നോട്ട് ഡിസ്പ്ലേഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ സ്റ്റൈൽ ആട്രിബ്യൂട്ടാണ് നോക്കാനുള്ളത്. അതായത് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്യാനുള്ള ആട്രിബ്യൂട്ടാണ് സ്റ്റൈൽ എന്നത്. സ്റ്റൈൽ ഈക്വൽ ടു കൊട്ടേഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് വിഡ്ത്ത് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് കോളൻ കൊടുക്കാം. കോളൻ കൊടുത്ത് ജസ്റ്റ് ഒരു പിക്സൽ രൂപത്തിൽ 304 px എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മളൊരു സെമി കോളൻ കൊടുക്കാം. എന്നിട്ട് ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈറ്റ് കോളൻ കൊടുക്കുന്നു. അവിടെ ജസ്റ്റ് നമ്മളൊരു 228 px, അതായത് പിക്സൽ എന്നുള്ള രൂപത്തിൽ കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു കൊട്ടേഷൻ ക്ലോസ് ചെയ്യാം. അതിന് ശേഷം ആ ഒരു IMG ടാഗ് ക്ലോസ് ചെയ്യാം. അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു IMG ടാഗ് ഒരു empty ടാഗാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിന് ക്ലോസിങ് ടാഗ് എന്ന് പറഞ്ഞ് വരുന്നില്ല, ഒരൊറ്റതുള്ളു വരിക എന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് അടുത്തൊരു ഹെഡിങ് ആയിട്ട് H2 എന്ന് പറഞ്ഞിട്ട് ഇമേജ് വിത്ത് ബോർഡർ ആൻഡ് റൈറ്റ് അലൈൻഡ് എന്ന് കൊടുക്കാം. അതായത് അടുത്തൊരു ഡിസ്പ്ലേ ചെയ്യാനുള്ളത് നമുക്ക് ഇമേജ് ബോർഡറും അതുപോലെ റൈറ്റ് അലൈൻ ചെയ്തതുമാണ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. ഓക്കെ, ആ ഒരു H2 ടാഗ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു IMG ടാഗ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുകളിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതിന് ജസ്റ്റ് ഞാൻ ഈ ഒരു ഇത് കോപ്പി ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിന് പുറമെ നമുക്ക് ആ ഒരു ബോർഡറും അതുപോലെ നമ്മുടെ അലൈൻ ആട്രിബ്യൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ബോർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ബോർഡർ ഈക്വൽ ടു, ഇവിടെ ജസ്റ്റ് 3 എന്നുള്ള ഒരു തിക്നെസ് ഇതിലാകാൻ വേണ്ടിയിട്ട് ബോർഡർ ഈക്വൽ ടു 3 എന്ന് കൊട്ടേഷനിൽ കൊടുക്കുന്നു. ഒപ്പം നമ്മൾ അതിൻ്റെ അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുക്കുന്നു. അലൈൻ ഈക്വൽ ടു കൊട്ടേഷനിൽ റൈറ്റ്, അതായത് റൈറ്റ് സൈഡിൽ അലൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ആ ഒരു ബോഡി ടാഗും HTML ടാഗും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി അതൊന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് വ്യൂ ആവുണ്ടോ നോക്കാം. image.html എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ എൻകോഡിങ് UTF-8 ആക്കി സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം നമ്മൾ ഫസ്റ്റ് കൊടുത്തത് ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ ജസ്റ്റ് ആ ഒരു ഇമേജ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ പിക്സലും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അടുത്തതിൽ നമ്മൾ ഇമേജ് വിത്ത് ബോർഡർ ആൻഡ് റൈറ്റ് അലൈൻഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇമേജ്
ബോർഡർ ഇൻക്ലൂഡ് ചെയ്തിട്ട് റൈറ്റ് അലൈൻ ചെയ്ത് കിട്ടാനുള്ള രൂപത്തിൽ, അങ്ങനെ 2 വിധത്തിലാണ് നമ്മൾ സെക്ഷനാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ളതിൽ നോക്കാനുള്ളത്.